നിങ്ങൾ ഈ കാണുന്ന കെട്ടിടത്തിന്റെ പ്രായം എത്രയാണെന്നും ഇത് നിർമ്മിച്ചതിന്റെ ഉദ്ദേശം എന്തായിരുന്നെന്നും ഇതിന്റെ മഹത്വം എന്താണെന്നും ഇതുവരെയും ആർക്കും നിശ്ചയമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഇത് അസർബൈജാന്റെ 10 മന്നത്ത് നോട്ട് മുതൽ ഇവിടുത്തെ കവിതകളിലും നാടകത്തിലും സിനിമകളുടെ ഒക്കെ ഭാഗമാണ്. ഇതാണ് മെയ്ഡൻ ടവർ. എന്തായിരിക്കും ഈ മെയ്ഡൻ ടവറിന്റെ രഹസ്യം? 3 കഥകൾ ഇതിനു പിന്നിലുണ്ട്. ഓരോന്നും മറ്റൊന്നിനേക്കാൾ രസകരമാണ്. ആദ്യത്തെ കഥയനുസരിച്ച് ഒരു രാജാവ് തന്റെ മകളെ മുന്നേ പ്രവചിച്ച ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാനായി ഒരു കെട്ടിടം നിർമ്മിക്കുകയും അവളെ അവിടെ പാർപ്പിക്കുകയും ചെയ്തു. എങ്കിലും അവളുടെ മരണം തടയാനായില്ല. രണ്ടാമത്തെ കഥയനുസരിച്ച് രാജാവ് കന്യകമാരെ നിർബന്ധിത വിവാഹത്തിന് തടവിലാക്കാനായി ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാവാം നിലത്തുനിന്നും 1-ാം നില വരെ ഈ കെട്ടിടത്തിന് പടിയില്ലാത്തത് എന്ന് കരുതാം. ഇപ്പോൾ ഉള്ള ഇരുമ്പ് പടികൾ പിൽക്കാലത്ത് നിർമ്മിച്ചവയാണ്. മൂന്നാമത്തെ കഥയനുസരിച്ച് ഈ കെട്ടിടം ഭൂമിയെ സ്വർഗവുമായി ബന്ധിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അഗ്നിയെ ആരാധിച്ചിരുന്ന ഈ നാട്ടിലെ സൊറോസ്ട്രിയൻസ് വിശ്വസിച്ചിരുന്നത് സ്വർഗത്തിലേക്ക് എത്താൻ 7 പടികൾ ഉണ്ടെന്നാണ്. അതുകൊണ്ടാവാം ഒരുപക്ഷെ ഈ കെട്ടിടത്തിന് 7 നിലകൾ ഉള്ളതെന്ന് കരുതാം. 100 അടി ഉയരമുള്ള സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഈ കെട്ടിടത്തിന്റെ അടിഭാഗം 7-ാം നൂറ്റാണ്ടിലും മുകളിലത്തെ ഭാഗം 12-ാം നൂറ്റാണ്ടിലുമായി നിർമ്മിച്ചതായിട്ടാണ് ഇന്നത്തെ ശാസ്ത്രജ്ഞർ പറയുന്നത്. മെയ്ഡൻ ടവറിന്റെ അടിസ്ഥാനം കരുത്തുറ്റ പാറയിലാണ്. ഇതിന്റെ 2-ാം നിലയിൽ മഴവെള്ള സംഭരണി കാണുന്നതിലൂടെ പുരാതന ജലസേചന ശില്പികളുടെയും പ്ലംബിംഗ് മികവിന്റെയും തെളിവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാസ്പിയൻ കടലിനോട് അടുത്തുള്ള ഈ സ്ഥലം സൈനിക കാവൽ കേന്ദ്രമായിരുന്നെന്നും കരുതപ്പെടുന്നു. ഇപ്പോൾ ഇതൊരു മ്യൂസിയമാണ്. ബാക്കുവിന്റെ ചരിത്രം പറയുന്ന മ്യൂസിയം. ഇതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈച്ചേരി ഷെഹർ എന്ന് പറയപ്പെടുന്ന ഓൾഡ് വാൾ സിറ്റിയുടെ ഏറ്റവും ഉയർന്ന കെട്ടിടവും ഇതാണ്. മുകളിലേക്ക് കയറിയാൽ ഈ പഴയ പട്ടണത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും കാണാനാകും. പഴമയും പൈതൃകവും ഒരുമിച്ചുള്ള മെയ്ഡൻ ടവറിന്റെ ഈ രഹസ്യങ്ങൾ ഇന്നും ചുരുളഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ടവർ ഓഫ് സൈലൻസ് എന്ന് പോലും വിളിക്കാം.